ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ വൈശുവിന് പോകണം. 10 മണിയാകുമ്പോഴാണ് തുടങ്ങുന്നത്. എന്നാലും കുറച്ച് നേരത്തെ കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അസംബ്ലിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം പറ്റുന്നത് പോലെ നേരത്തെ വിടാൻ നോക്കാം. കുഞ്ഞല്ലേ, അവൾ അസംബ്ലിയിലൊക്കെ ചെന്ന് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത് തീരുന്നതിന് മുമ്പെങ്കിലും കൊണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു 10 മണിക്ക് മുമ്പ് എന്തായാലും കൊണ്ടുവിടും. അപ്പം ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് വൈശുവിനെ. അപ്പോൾ അവർക്ക് ഫുഡ് രാവിലത്തെ ഒരു 10 മണി 11 മണിയാകുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെ, രാവിലെ എന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെ കൊടുത്തു വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദോശയോ ഇഡ്ഡലിയോ അല്ലെങ്കിൽ ഉപ്പുമാവോ പുട്ട് എന്താണെങ്കിലും അത്, അല്ലാണ്ട് സ്നാക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കൊടുത്തു വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലഞ്ച് അവിടെ നിന്നാണ് കേട്ടോ, അതിനൊരു പ്ലേറ്റ് മാത്രം കൊണ്ടുപോയാൽ മതി. പിന്നെ വെള്ളവും അവിടെ കാണുമായിരിക്കും, എന്നാലും നമ്മൾ കൊടുത്തു വിടുക, എപ്പോഴും പോയി എടുക്കാനുള്ള ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് വെള്ളം എന്തായാലും കൊടുത്തു വിടുന്നുണ്ട്. അപ്പം ഞാൻ ഫുഡെല്ലാം ആക്കി. ഇന്ന് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം ഇന്നലെ അരി ഉഴുന്നൊന്നും വെള്ളത്തിടാൻ മറന്നുപോയി, അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് ഉപ്പുമാവ് തന്നെ അങ്ങ് ഉണ്ടാക്കി. അപ്പോൾ വൈശു കഴിക്കും. അവൾക്ക് പഴമൊന്നും വേണ്ട കേട്ടോ, ഉപ്പുമാവ് മാത്രം മതി. പിന്നെ ഉള്ളി ഇടുന്നതും അത്ര താല്പര്യമല്ല, ഉള്ളി എടുത്ത് കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ചിലപ്പോൾ കഴിക്കും. അപ്പം പിള്ളേരെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ കഴിച്ചാലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ റെഡിയാക്കിയത് കേട്ടോ. ഏട്ടനാണ് കൊണ്ടുവിടുന്നത്. അപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകേണ്ടി വരും വൈകിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വൈശുവിന് കൊണ്ടുപോകാനുള്ള ഫുഡ്. അപ്പോൾ ഉപ്പുമാവാണ് എടുത്തത്. അപ്പോൾ ക്യാരറ്റും ഒന്നും ഇല്ലായിരുന്നു, അതും കൂടി ഇട്ടായിരുന്നേ കൊള്ളായിരുന്നു. അവൾ എടുത്ത് കളയും, എന്നാലും അതിൻ്റെ ഒരു ഇത് കിട്ടുമല്ലോ. പക്ഷേ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളി മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇഞ്ചിയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല, എരി ആയിരിക്കും. ശകലം ഇഞ്ചി ഇട്ടാൽ തന്നെ നല്ല എരി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് സവാള മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി ചെറിയൊരു ഉപ്പുമാവ്. അപ്പോൾ ഇത് കൊടുത്ത് വിടാം. ഇതിൻ്റെ പുറത്തൊരടപ്പുണ്ടാകും, നമ്മൾ അടയ്ക്കുന്നില്ല, ഇതിനകത്ത് വേറെ ഒന്നും വെക്കുന്നില്ല. കറിയൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അതിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അടപ്പ് ഇതിൻ്റെ പുറത്ത് അടച്ചു വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ കറിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് അടച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇത് മാത്രം മതി. അപ്പോൾ ഇതാണ് വൈശുവിൻ്റെ ടിഫിൻ ബോക്സ് കേട്ടോ. പിന്നെ വെള്ളം സാധാരണ വാട്ടർ ബോട്ടിൽ വേണമെന്നാണ് പറയാറല്ല കൊണ്ടുപോകുന്നത്. പക്ഷേ ഇത് ഏട്ടൻ്റെ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്താണ് വെള്ളം എടുത്തത്. എന്താണെന്ന് വെച്ചാൽ മറ്റേ വാട്ടർ ബോട്ടിൽ അതിൻ്റെ ഒരു സാധനം അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ. ഇത് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ ബാഗാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഇതെല്ലാം കൂടി വെച്ച് കൊടുക്കാം. പാത്രം. അപ്പോൾ ഉപ്പുമാവ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പ്ലേറ്റും കൂടി വെക്കണമെന്ന് പറഞ്ഞൊരു പ്ലേറ്റും. ഇത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ്, ഇത് അവർക്ക് പാലുള്ളപ്പം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 2 ദിവസമേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇന്ന് അത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ മറക്കില്ലല്ലോ. എന്നും ഇതുപോലെ തന്നെ വെച്ചേക്കാമെങ്കിൽ മറക്കില്ല, എന്നും എടുത്ത് കഴുകിയിട്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവന്നാൽ നമ്മൾ ഓർത്തിരിക്കും ഇത്രയും സാധനം വേണമല്ലോ എന്ന്. അത്രേ ഉള്ളൂ. നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ വൈശു വേണ്ട ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഒന്ന് എഴുന്നേറ്റ് നിന്നേ വാവേ. ചെല്ല്. അതവള് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവള് തന്നെ എല്ലാം പിടിക്കണം. ടാറ്റാ. ടാറ്റാ. ഉമ്മ ഫ്രണ്ട് കയറ്. ഫ്രണ്ട് കയറ്. ടാറ്റ ഉമ്മ. ഇതാരായി വരുന്നേ? സാറോ? സ്കൂളിലെ സാറാണോ? ടാറ്റാ ഉമ്മ. വേറെ സ്കൂളിലെ സാറാണോ? ഇങ്ങോട്ട് നോക്കിയേ സാർ ഇങ്ങോട്ട് നോക്കിയേ സാറേ. സാർ എന്തോട്ട് സാർ? എക്സ്ക്യൂസ് മീ സാർ. സാറിവിടെ ഭയങ്കര എഴുത്തിലാണ് സാർ ഗൈസ്. ഇങ്ങോട്ടും തിരിഞ്ഞെന്ന് എഴുതുമോ? എവിടെ പോവാ?
സാർ ഇങ്ങോട്ട് നോക്കിയേ സാർ. സാർ എന്താ സാർ ഒരു മൈൻഡില്ലാതെ നിൽക്കുന്നു ഇങ്ങനെ? സാറ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാന്നോ? കണക്കൊക്കെയാ തോന്നുന്നു എഴുതുന്നത്, കൈവച്ചൊക്കെ കൂട്ടുന്നു. വിട്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് പിള്ളേർക്ക് ഇത് കാണും കേട്ടോ, ഓട്ടോ ആയിരിക്കും ചിലപ്പം. വലിയ ബിൽഡിങ്ങിലാണ് കേട്ടോ വൈശ്വൻ്റെ ക്ലാസ് ഇല്ല കാണുന്നത്. ഇനി എന്തുവാ? ഞാൻ അപ്പുറത്ത് വരും. മതിയോ? നല്ല രസമുണ്ടോ? എന്നാ വാ പോവാം. നേരെ ഇറങ്ങണം. നേരെ ഏട്ടാ ഒന്ന് പിടിച്ചോ ഏട്ടാ. മതി മതി മതി. ചേച്ചി പെരക്കകത്തോട്ട് പോയി. കാക്ക കൊണ്ടുപോയോ ചേച്ചിയെയോ? ചെരുപ്പൂരിട്. വൈശു എന്നിരുന്ന് മുട്ടായി തിന്നാണ് കേട്ടോ. വൈശുവിൻ്റെ ബർത്ത്ഡേ മുട്ടായി ഞാനിവിടെ പാത്ത് വെച്ചിരുന്നതാണ്. അത് ഇങ്ങോട്ട് വരുന്നില്ല എന്നും പറഞ്ഞിട്ട് ബഹളമായിരുന്നു സ്കൂളിൽ കളിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് കയറിയിട്ട് ഇറങ്ങുന്നില്ല. അതിനകത്ത് നിന്ന് കളിക്കുമെന്ന് പറഞ്ഞിട്ട് ബഹളം. ഞാൻ അപ്പോൾ പറഞ്ഞു മുട്ടായി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നേ. സ്കൂളിൽ പോയിട്ട് വരണ്ടെന്ന് പറഞ്ഞ കരയുന്ന പിള്ളേരെ ഞാൻ ആദ്യമായിട്ട് കാണും. സാധാരണ സ്കൂളിൽ പോകണ്ടെന്നല്ലേ പറയുന്നത്. ഇല്ലേ വാവേ? നാളെയും പോന്നോ? ഇല്ലേ? എന്താ ഇഷ്ടമല്ലേ? എന്ത് പറ്റി? എന്ത് ഇഷ്ടമല്ലാത്ത? പിച്ചയും കടിക്കുകയും ചെയ്യുന്ന പിള്ളേരോ? അയ്യോ, എല്ലാ പിള്ളേരും അഹങ്കാരി പിള്ളേരാന്നോ അന്നേരം? അയ്യോ, എൻ്റെ മോളിനി എങ്ങനെ പഠിക്കാൻ പോവാടെ? ടീച്ചർ എന്താ പറഞ്ഞു അന്നേരം? പറഞ്ഞോ? അയ്യോ, അപ്പം ഇന്ന് ഞാനും ഏട്ടനും കൂടിയാണ് കേട്ടോ വിളിക്കാൻ പോയത്. അപ്പം ഞങ്ങൾക്ക് വേറൊരു വഴി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. മണിയായി ഇവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ബാഗൊക്കെ ഇട്ട് എല്ലാം കയ്യിലൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വിളിക്കേണ്ട താമസമേ ഉള്ളായിരുന്നു. അപ്പോൾ വൈശു ഉപ്പുമാവ് കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. ചോറ് കൊടുത്തിട്ട് കഴിച്ചില്ല. സാമ്പാറും പിന്നെ തോരനും അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം തോരനൊന്നും വൈശു കഴിക്കില്ല, സാമ്പാർ കഴിക്കും. തോരനും കൂടെ ഒക്കെ ഇട്ട് പുരട്ടിയതായതുകൊണ്ടായിരിക്കും കഴിക്കാഞ്ഞത്. സാമ്പാർ മാത്രമായിരുന്നു വെച്ചാൽ എനിക്കൊന്ന് ഇച്ചിരി കഴിച്ചേനായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വിശക്കുന്നെന്ന് പറഞ്ഞു. മുട്ടായി തിന്നുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ചോറൊക്കെ ഇരിപ്പുണ്ട്, അവൾക്ക് വേണ്ടുന്ന ഇഷ്ടപ്പെട്ട കറിയൊക്കെ ഉണ്ട്. ഞാൻ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ കഴിക്കുമെന്ന് അറിയത്തില്ല. മുട്ടായി തിന്നുകൊണ്ട് ഇനി കഴിക്കുമെന്ന് അറിയത്തില്ല. പിന്നെ ചായ ഇടണം. അപ്പോൾ ഇന്നത്തെ ഇത്രയും പരിപാടികളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഞാൻ ഫുഡൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് പപ്പടം, മുട്ട, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാഞ്ഞത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.